ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ. സെപ്റ്റംബർ 19, 20 തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞു എന്ന് പരാതി. സർക്കാർ VIP-കളെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കമെന്നും ആക്ഷേപം. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടയുന്നതിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? സാധാരണക്കാർക്ക് ശബരിമലയിൽ എത്താൻ സംവിധാനമില്ലാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണോ സൃഷ്ടിക്കുന്നത്? രോഹിണി പറഞ്ഞതുപോലെ തന്നെയാണ് സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് എത്തുന്നതിന് ദർശനം നടത്തുന്നതിനുള്ള സംവിധാനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അത് VIP ദർശനം സാധ്യമാകുന്നതിനുള്ള സംവിധാനമാണ് സർക്കാർ ഒരുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി ആക്ഷേപമായി ഉയർന്നു വരുന്നത്. അത് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണമല്ല, ആക്ഷേപമല്ല. അത് തുടക്കം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയ സമയം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകൾ, ഭക്തജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കയായിരുന്നു ഇത്. സാധാരണ ഭക്തജനങ്ങളെ സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തി VIP-കൾക്ക് ദർശന സൗകര്യവും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കി നൽകുന്നതിനുള്ള കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. സാധാരണ ഭക്തജനങ്ങൾക്ക് ഈ അയ്യപ്പ സംഗമം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതൊക്കെയായിരുന്നു നേരത്തെ ഹൈന്ദവ സംഘടനകൾ ഒപ്പം ഭക്തജനങ്ങളെല്ലാം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി സംശയിച്ചുകൊണ്ട് ആശങ്കകൾ പങ്കുവച്ചിരുന്നത്. അത് കൃത്യമായി തന്നെ സാധൂകരിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 19, 20 ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുമ്പോൾ ആ ദിവസം സാധാരണ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. സാധാരണ ഭക്തജനങ്ങളെ തടയുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഒപ്പം തന്നെ പല തട്ടുകളായി തിരിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പിൽ പണം നൽകുന്ന ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് ശബരിമലയിൽ പ്രത്യേക സുഖ സൗകര്യങ്ങൾ, താമസ സൗകര്യവും ദർശന ക്രമീകരണവും ഒക്കെ നൽകുന്ന ഒരു രീതിക്ക് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിന്റെ മുന്നോടിയാണ് ഇപ്പോൾ ഇങ്ങനെ സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് VIP-കൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് ശബരിമല സന്നിധാനത്ത് ദർശന ക്രമീകരണം ഒരുക്കുന്നത്. അതിന്റെ മുന്നോടിയാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംശയമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ 3000-ഓളം പ്രതിനിധികളെ പങ്കെടുപ്പിക്കുന്നു എന്ന് പറയുന്നു. അത് ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതൊക്കെ സംഘടനാ പ്രതിനിധികളാണെന്ന് വ്യക്തത വന്നിട്ടില്ല. പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളിലുള്ള ആളുകളൊന്നും പങ്കെടുക്കാത്ത ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, ഏതൊക്കെ ആളുകളാണ്, ഏതൊക്കെ സംഘടനയിൽ നിന്നുള്ള പ്രതിനിധികളാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ സംശയം നിലനിൽക്കുമ്പോൾ ഇവിടെ എത്തുന്ന ആളുകൾക്ക് കൃത്യമായി ആഗോള അയ്യപ്പ സംഗമവും ശബരിമല ദർശനവും സാധ്യമാക്കുക എന്നുള്ള സർക്കാരിന്റെ ഉദ്ദേശം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ 19, 20 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് സാധാരണക്കാർക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും ആശങ്ക ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. അതിനെ സാധൂകരിക്കുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3000-ഓളം ആളുകൾ പങ്കെടുപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ ആളുകളെയെല്ലാം ശബരിമലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധാരണ ഭക്തജനങ്ങളെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തടഞ്ഞിരിക്കുന്നത്. അതായത് ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്ന നിലപാടുകളെല്ലാം പച്ചക്കള്ളം എന്ന് തന്നെയാണ് തെളിയുന്നത്. ഇത് ഉപയോഗിച്ച് കച്ചവടവൽക്കരണം തന്നെയാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ശബരിമലയിൽ അല്ലെങ്കിൽ അയ്യപ്പന്റെ വികസനത്തിനു വേണ്ടി എന്ന് പറയുന്ന സർക്കാർ ഇപ്പോൾ VIP-കളെ സന്നിധാനത്തെത്തിക്കാനുള്ള തത്രപ്പാടിലാണ്. അതിനായി പണം പിരിക്കുന്നു, അവർക്കായി സൗകര്യമൊരുക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ ഭക്തരെ മാറ്റി നിർത്താൻ തക്കവണ്ണമുള്ള നിലപാടിലേക്ക് വരെ സർക്കാർ കടക്കുന്നു എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? രോഹിണി, നേരത്തെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നിട്ടിറങ്ങിയ സമയം മുതൽ തന്നെ ഉയരുന്ന വിമർശനങ്ങൾ അത് സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കമാണ്. സമ്പത്ത് സർക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അയ്യപ്പ സ്വാമിയെയും ഒപ്പം ശബരിമലയെയും മുൻനിർത്തി ഉള്ള നീക്കം നടത്തുകയാണ്. അങ്ങനെ ആളുകളെ ശബരിമല ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതൊക്കെ സാധൂകരിക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ പണം നൽകുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിക്കുന്നു, അവരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നു. അതിനുള്ള നടപടികളുടെ ഭാഗമായി സാധാരണക്കാരായ ഭക്തജനങ്ങളെ തടയുന്നു. അങ്ങനെ നടപടികൾ ഉണ്ടാകുമ്പോൾ അതിൽ സാധാരണ ഭക്തജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണ ഭക്തജനങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ടുണ്ടാകുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യം ഇവിടെ ആവർത്തിക്കപ്പെടുന്നു. അവിടെ സാധാരണ ഭക്തജനങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് സന്നിധാനത്ത് പ്രവേശിക്കുന്നതിന് പോലും വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യമായി മാറുന്നത്. ഇനി ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം തുടങ്ങിയ വിവിധ കാർഡുകൾ നൽകിക്കൊണ്ട് ഭക്തജനങ്ങൾക്ക്
പൈസ നൽകുന്നതിന് അടിസ്ഥാനത്തിൽ, പണം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശബരിമലയിൽ പിന്നീട് ദർശന ക്രമീകരണവും താമസ സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തുന്ന നീക്കം ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ നീക്കത്തിന്റെ ഒരു തുടക്കമാണോ ഇത്? 2 ദിവസം സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് VIP-കൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടിയുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഒരു തുടക്കമാണോ ഇത് എന്നുള്ളതാണ് സാധാരണ ശരി മിഥുൻ, ദയവായി തുടരുക. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ ശ്രീ RV ബാബു നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ RV ബാബു, ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാകാതെ സാധാരണക്കാരായ ഭക്തർ ഉഴലുകയാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 19, 20 തീയതികളിലെ ബുക്കിംഗ് ആണ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട് സർക്കാർ സന്നിധാനത്ത് VIP-കളെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടഞ്ഞു എന്നുള്ള പരാതികളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. സർക്കാർ എന്ത് തരം നിലപാടിലേക്കാണ് കടക്കുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഈ അയ്യപ്പൻ സാധാരണ അയ്യപ്പന്മാർക്ക് വേണ്ടിയല്ലാന്ന് ഇതിന് വ്യക്തമല്ലേ? സാധാരണ അയ്യപ്പ വിശ്വാസികള് സാധാരണ അയ്യപ്പന്മാരെ അല്ല അവിടെ പ്രതീക്ഷിക്കുന്നത്. VIP-കളായിട്ടുള്ള പണക്കാരായിട്ടുള്ള അയ്യപ്പന്മാരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പണക്കാരായിട്ടുള്ള അയ്യപ്പന്മാർക്ക് 19-ാം തീയതിയും 20-ാം തീയതിയും വന്ന് തൊഴുത് യഥേഷ്ടം വന്ന് തൊഴുത് താമസിച്ച് പോകാൻ വേണ്ടി സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് 2 ദിവസത്തേക്കുള്ള ഈ വെർച്വൽ ബുക്കിംഗ് തടഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഈ 3000 പേരാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 3000 പേരുടെ ആ ഒരു ഒഴിവ് കഴിഞ്ഞിട്ട് ബാക്കി 3001 മുതൽ ബുക്കിംഗ് നടത്താൻ അനുവദിക്കാമല്ലോ. പക്ഷെ മുഴുവൻ ബുക്കിങ്ങും തടയാൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ ഒരു തരത്തിലും സാധാരണ അയ്യപ്പന്മാരെ ആ ദിവസം പ്രതീക്ഷിക്കുന്നില്ല, വരാൻ പാടില്ല. സാധാരണ അയ്യപ്പന്മാർ ആ ദിവസം ശബരിമലയിൽ വരാൻ പാടില്ല. ഇതാണ് ഈ ഗവൺമെന്റും അതേപോലെ ദേവസ്വം ബോർഡും ഉദ്ദേശിക്കുന്നത്. ഇത് അയ്യപ്പ വിശ്വാസികൾക്കെതിരായിട്ടുള്ള സംഗമമാണ്. ശബരിമല അയ്യപ്പനെതിരായിട്ടുള്ള സംഗമമാണ്. നിരീശ്വരവാദികളുടെ സംഗമം എന്നുള്ള നിലയ്ക്ക് ഇതല്ലാതെ വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. സാധാരണ അയ്യപ്പന്മാരുടെ വരവ് തടയുന്ന സർക്കാരിന്റെ ധിക്കാരപരമായ നിലപാടാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ശ്രീ RV ബാബു, അതുമാത്രമല്ല, അങ്ങേറ്റം ഗുരുതരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സർക്കാർ തുടക്കത്തിൽ തന്നെ ഈ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കോടികൾ കൈപ്പറ്റി കഴിയുമ്പോൾ പിന്നെ എന്താകും അവസ്ഥ എന്നുള്ളതാണ്. അല്ല, അത് ഒരു സാധാരണ ശബരിമല ക്ഷേത്രം ഇപ്പൊ എങ്ങനെയാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പണത്തിന്റെ തോതനുസരിച്ച് പണക്കാർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വിവേചനം ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുതലുള്ള കാലഘട്ടം അതാണ് വരാൻ പോകുന്നത്. ആ രീതിയിലേക്ക് ശബരിമലയെ മാറ്റിയെടുക്കുകയാണ് ദേവസ്വം ബോർഡ്. പണം തരുന്നവരെ പ്രത്യേകമായിട്ട് പരിഗണിക്കും. അപ്പോ ഈ പണത്തിന് മീതെ പരിധില്ല എന്നൊക്കെ പറക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ പണത്തിന്റെ അന്തരീക്ഷത്തിനനുസരിച്ച് അല്ലെങ്കിൽ തരുന്ന കെട്ടിന്റെ കനം അനുസരിച്ച് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ശബരിമലയുടെ പവിത്രതയെയും പാവനതയെയും തകർക്കുന്ന ഒരു നയം ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് എടുക്കുന്നു. ശബരിമലയെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ശബരിമലയുടെ സംരക്ഷണം അല്ല, ശബരിമലയെ തകർക്കുക. ശബരിമലയുടെ ഏറ്റവും, ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ തകർത്താൽ കേരളത്തിൽ ഹൈന്ദവ സമൂഹത്തെ തകർക്കാം എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ആ ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ഈ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തുടർന്ന് അങ്ങോട്ട് കച്ചവടവൽക്കരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് തന്നെയല്ലേ മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം സന്നിധാനത്ത് എല്ലാവരും ഒരുപോലെ എന്നുള്ളതാണ്. അയ്യപ്പന്റെ മുന്നിൽ എല്ലാ ഭക്തരും ഒരുപോലെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തി VIP-കളെ തരംതിരിക്കുകയും ദർശനം സാധ്യമാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സന്നിധാനത്തെ അല്ലെങ്കിൽ ശബരിമലയെ ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റാനല്ലേ ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി, ആഗോള അയ്യപ്പ സംഗമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നിട്ടിറങ്ങിയ ആ സമയം മുതൽ ഹൈന്ദവ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ഇത്. ശബരിമലയെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യം. കച്ചവട താല്പര്യം മാത്രമാണ് സർക്കാരിന്റെ ഉദ്ദേശം. ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കുന്ന ഒരു
പരിപാടി മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളതായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണം ശരിവെക്കുന്ന നടപടികൾ, ആരോപണം സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൃത്യമായി തന്നെ ആ ആരോപണങ്ങൾക്കൊന്നും മറുപടി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്താണ് ഈ പരിപാടിയുടെ അജണ്ട, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്, എന്തൊക്കെ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്, സാധാരണ ഭക്തജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്, ശബരിമലയിൽ എന്തൊക്കെ വികസനങ്ങളാണ് ഇതുകൊണ്ട് നടക്കാൻ പോകുന്നത്, ശബരിമലയിലെ വികസനം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടോ, അജണ്ടയുണ്ടോ, പണം മേടിക്കുന്നതിന് അജണ്ടയുണ്ടോ, സ്പോൺസർഷിപ്പുമാരെ കണ്ടെത്തുന്നതിന് നടപടിക്രമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് പൂർത്തീകരിക്കുന്നത്, സ്പോൺസർഷിപ്പർമാർ ആരൊക്കെയാണ്, ഏതൊക്കെ കമ്പനികളാണ്, വ്യക്തികളാണ്, ഇങ്ങനെ അനവധി ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന അനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക്, വിമർശനങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിനോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ കഴിയാത്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇതുകൊണ്ട് എന്ത് പ്രയോജനം, എന്താണ് ഉദ്ദേശിക്കുന്നത്, ശബരിമലയെ തകർക്കുന്നതിനുള്ള ഗൂഢനീക്കമാണോ ഈ നടക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെറും നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാർ നേരിട്ട് ശബരിമലയുടെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു നടപടിയാണോ ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. അതൊക്കെ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ സാധൂകരിക്കുന്ന നടപടികളിലേക്കാണ് കൃത്യമായി തന്നെ സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഒരു നടപടിയുടെ ഭാഗം തന്നെയാണ് ഈ 19, 20 തീയതികളിൽ അയ്യപ്പ സംഗമം നടക്കുന്ന അതേ ദിവസം തന്നെ ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് തടയുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെടുമ്പോൾ ഔദ്യോഗികമായി അങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതുവരെയും ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നില്ല. അന്ന് നിയന്ത്രണം ഉള്ള കാര്യം പറയുന്നില്ല. പക്ഷേ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഓൺലൈൻ സൈറ്റിൽ 19, 20 തീയതികളിൽ ചുവപ്പ് തെളിഞ്ഞു കിടക്കുന്നു. അന്ന് ബുക്കിംഗ് അനുവാദമില്ല. പിന്നെ എന്തുകൊണ്ട് ആ ദിവസം ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താൻ സാധിക്കുന്നില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അതെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമായിരിക്കുമെന്ന് മറുപടി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും അപലപനീയമായിട്ടുള്ള ഒരു നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അന്ന് പൂർണ്ണമായും അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുമ്പോൾ സാധാരണ ഭക്തജനങ്ങൾക്ക് അതുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്ത് പോയി പ്രാർത്ഥിക്കുന്നതിന് പോലും, അയ്യപ്പനെ കാണുന്നതിന് പോലുമുള്ള അനുവാദം നൽകുന്നില്ല എന്നുള്ളത് തീർത്തും ഖേദകരമായ, ഭക്തജനങ്ങളിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുതയായി മാറുന്നു എന്നുള്ളതാണ്. അന്ന് ഭക്തജനങ്ങളെ 19, 20 ശരി മിഥുൻ, തുടരുക. ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ സെപ്റ്റംബർ 19, 20 തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞു എന്നുള്ള പരാതി, സർക്കാർ VIP-കളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കമെന്നുള്ള ആക്ഷേപങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഈ വിഷയം കൃത്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ സെപ്റ്റംബർ 19, 20 തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞത് എന്നുള്ള ഹർജിക്കാരന്റെ ചോദ്യത്തിന് മറുപടിയായി കോടതി ചോദിക്കുന്നത് ഈ VIP-കൾക്ക് പ്രത്യേക പരിഗണന കിട്ടുമോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, ഇപ്പോൾ നിലവിൽ ഈ വിഷയത്തിൽ കോടതി ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ് സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത്? തീർച്ചയായും എന്തായാലും വലിയൊരു ആക്ഷേപം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 19, 20 തീയതികളിൽ ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ള അവസരമില്ല എന്നുള്ള ഒരു കാര്യമാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു പരാതിയായി തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം ഹൈക്കോടതി കൂടി എടുത്തിരിക്കുകയാണ്. എന്തായാലും കൃത്യമായുള്ള ചോദ്യം സർക്കാരിനോടും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് നമുക്ക് ഈ സമയത്ത് പങ്കുവെക്കാനുള്ളത്. കാരണം തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു ആലോചന ഈ 19, 20 തീയതികളിൽ പ്രത്യേക ക്ഷണിതാക്കളായി ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള സംഗമത്തിൽ പങ്കെടുക്കാനെത്തുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങളടക്കം മുൻനിർത്തി ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ ദർശനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്നുള്ള ദേവസ്വം ബോർഡ് ആലോചിച്ചിരുന്നു, സർക്കാർ ആലോചിച്ചിരുന്നു. പക്ഷേ അത് വലിയ വിവാദമാകുമെന്ന പശ്ചാത്തലത്തിൽ ഇതുവരെയും അത്തരത്തിലൊരു ഔദ്യോഗിക തീരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. 19, 20 തീയതികളിൽ ഭക്തർക്ക് ദർശനം നടത്താനുള്ള ഒരു അനുമതി നൽകാത്തൊരു സാഹചര്യം കൂടി വരുന്നു. അവിടെ കൃത്യമായി ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. ഈ സമയത്താണ് തന്നെ ഹൈക്കോടതി കൂടി ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു നീക്കങ്ങൾ തന്നെ ഹൈക്കോടതിയിൽ നടക്കുന്നു. കൃത്യമായ ചോദ്യങ്ങൾ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി ചോദിക്കുന്നു. അത് ഭക്തജനങ്ങൾ ചോദിക്കുന്നു.
ഉന്നയിക്കുന്ന ആ പ്രധാനപ്പെട്ട ആശങ്ക, ഭക്തജനങ്ങളുടെ ഉള്ളിലുള്ള ആശങ്ക തന്നെയാണ് അത് ചോദ്യങ്ങളായി ഹൈക്കോടതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ കൃത്യമായുള്ള ഒരു മറുപടി സർക്കാരിനും ദേവസ്വം ബോർഡിനും ഈ വിഷയത്തിൽ പറയാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട വിവാദം ഉടലെടുത്ത സമയത്ത് തന്നെ ജനം TV ഉൾപ്പെടെ മുന്നോട്ട് വെച്ച ചില ചോദ്യങ്ങളുണ്ട്. ആരാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നത്, ആരെയൊക്കെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്, ഇതിന്റെ മാനദണ്ഡം എന്താണ്, അതോടൊപ്പം തന്നെ ഇതിലേക്ക് വരുന്ന പണം, അതായത് സ്പോൺസർഷിപ്പിലൂടെ വരുന്ന പണം എന്തു ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പലതവണ ദേവസ്വം മന്ത്രിയോടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടൊക്കെ തന്നെ പല ആവർത്തി ചോദിച്ചിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി പോലും പറയാൻ തയ്യാറായിരുന്നില്ല. ശബരിമലയുടെ ഖ്യാതിക്ക് വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ സംഗമം നടത്തുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും തള്ളിയിടുന്ന ഒരു തീരുമാനങ്ങളിലേക്ക് തന്നെയായിരുന്നു ആ സമയങ്ങളിലെല്ലാം തന്നെ ഹൈന്ദവ സംഘടനകളുടെയും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഹൈക്കോടതിയും ചോദിച്ചിരിക്കുന്നത്. എന്തായാലും അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവരാണ് ഈ സംഗമത്തിന്റെ നടത്തിപ്പുകാരെന്ന് ഹർജിക്കാരനായ SJR കുമാർ ഹൈക്കോടതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റാലിനെ ആദ്യമായി ക്ഷണിച്ചതിൽ ഈ ഒരു വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ തിരിച്ചും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിപ്പിച്ചപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട സുതാര്യതയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും കൃത്യമായി തന്നെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അയ്യപ്പ ഭക്ത സംഘവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ, അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ സമയം വിലയിരുത്താൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ 20-ാം തീയതിയാണ് അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത്. പ്രധാനപ്പെട്ട സംഘടനകളെ ഒക്കെ തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ പല സംഘടനകളും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ സംശയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എല്ലാ ഭക്ത സംഘടനകളും മുന്നോട്ട് വെക്കുന്നതും. പക്ഷേ ഈ സമയത്തൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ ദേവസ്വം ബോർഡിനും സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഈ ചോദ്യങ്ങളും ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് അതൊരു വലിയ രീതിയിലുള്ള ഒരു അതെ, അതായത് അരുൺ, കൃത്യമായ ചോദ്യങ്ങൾ തന്നെ സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പന്റെ പേരിൽ പിരിക്കുന്ന പണം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ ഉപയോഗിക്കുമോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, സർക്കാരിന് ഇതിലുള്ള പങ്കെന്ത് എന്നും ചോദിക്കുന്നു. അങ്ങനെ തുടർ ചോദ്യങ്ങളുടെ അവസാനം ഹർജിക്കാർ പറയുകയാണ് സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട്, ഈ സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ചോദ്യങ്ങൾ കോടതി ആവർത്തിക്കുമ്പോൾ എന്തു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ കാര്യത്തിൽ കോടതിയിൽ നിലപാടായി വരുന്നത്? മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തടക്കം ഈ VIP ദർശനത്തിന് പരിപൂർണമായ വിരാമം വിടുന്ന തീരുമാനങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നേരത്തെ ഉണ്ടായിരുന്നത്. ഭഗവാന് മുന്നിൽ എല്ലാവരും സമംനാണെന്നുള്ള ഒരു തുല്യമായുള്ള ഒരു ദർശനത്തിന് എല്ലാവർക്കും അവസരം ഒരുക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈക്കോടതി നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ഈ 19, 20 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴി സാധാരണപ്പെട്ട ഭക്തന് സന്നിധാനത്തേക്ക് അയ്യന്റെ തിരുമുന്നിലേക്ക് എത്താനുള്ള ഒരു അവസരം കൂടി നിഷേധിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. 19, 20 തീയതികളിൽ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യം കൂടി ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക്, ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ദേവസ്വം ബോർഡിനോട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരുന്നത്. പക്ഷേ ഈ മറ്റ് ദിവസങ്ങളിൽ മാസപൂജയ്ക്ക് 5 ദിവസമാണ് നട തുറക്കുക. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി തന്നെ ഭക്തർക്ക് ബുക്ക് ചെയ്യാൻ, വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ 2 ദിവസം മാത്രം എന്തുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് ചോദിക്കുന്നത്. പക്ഷേ അത് സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ആ സംശയങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയും മുന്നോട്ട് വെച്ചിരിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ചോദ്യം, ഏതെങ്കിലും തരത്തിലുള്ള VIP ദർശനത്തിനുള്ള ഒരു വഴിയാണോ ഇതിന് സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന
ലഭിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ചോദ്യം തന്നെ ദേവസ്വം ബോർഡിനും സർക്കാരിനും നേരെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ശബരിമല പമ്പയിൽ പവിത്രമായ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചോളം ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ മുന്നോട്ട് വരുന്നു. അതിന്റെ കൂടെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉള്ളത്. എന്തായാലും ഫണ്ട് വിനിയോഗത്തിലടക്കം കൃത്യമായ ചോദ്യങ്ങൾ മുന്നോട്ട് വരുന്നു. ദേവസ്വം ഫണ്ട് സംഗമത്തിനായി ഉപയോഗിക്കുന്നില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ആരാണ് 4 കോടി രൂപ അധികം ചെലവ് വരും പമ്പയിൽ ഇത്തരം ഒരു സൗകര്യം ഒരുക്കാൻ? ഒരു ദിവസത്തെ ഈ സംഗമത്തിനായി 4 കോടിയിലധികം രൂപ ചിലവ് വരുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയൊക്കെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. ഈ പണം ചിലവഴിക്കുന്നത് ദേവസ്വം ബോർഡോ സർക്കാരോ അല്ലേ എങ്കിൽ പിന്നെ ആരാണ്? ഇവർക്ക് ഇതിന് പിന്നിലുള്ള മോട്ടീവ് എന്താണ്? ഇതിനുള്ള ലക്ഷ്യം എന്താണ് എന്നടക്കമുള്ള ചോദ്യങ്ങൾ വരികയാണ്. എന്തായാലും സ്പോൺസർഷിപ്പിലൂടെ ഈ പരിപാടി നടത്തുന്നു, അതോടൊപ്പം തന്നെ സ്പോൺസർഷിപ്പിലൂടെ ശബരിമലയുടെ വികസനം നടത്തുന്നു. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നിലുള്ള ഒരു ഗൂഢമായ ലക്ഷ്യം എന്ത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുകയാണ്. ആ സംശയം തന്നെയാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും ഇന്നുമെല്ലാം തന്നെ കൃത്യമായി എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് സർക്കാരും ദേവസ്വം ബോർഡും മറുപടി പറയുമ്പോൾ നമുക്കറിയാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയുടെ സമഗ്രമായ വികസനത്തിനായി ശബരിമല അയ്യപ്പനെ കാണാനായി എത്തുന്ന, ഭഗവാനെ കാണാനെത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സൗകര്യവും ഒരുക്കാനായി ഹൈന്ദവ സംഘടനകളുടെ അടക്കം പ്രതിനിധികളുടെ ആശയങ്ങൾ കൃത്യമായി രൂപീകരിച്ചുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയ ആ മാസ്റ്റർ പ്ലാൻ എത്രയോ വർഷങ്ങളായി ഇങ്ങനെ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പൈസ ഇല്ല എന്നുള്ള, ഫണ്ടില്ല എന്നുള്ള പേരിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. ഇപ്പോൾ മാത്രമാണോ ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ? ഇപ്പോൾ മാത്രമാണോ ഈ മാസ്റ്റർ പ്ലാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണമെന്നുള്ള ഒരു ആവശ്യവും ഒക്കെ തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്നതെന്നുള്ള ഒരു ചോദ്യം കൂടി ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും കൃത്യമായി ചോദിച്ചിരുന്നു. ഇപ്പോഴുള്ള ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് പിന്നിലെ കൂട്ടമായ ലക്ഷ്യം, രാഷ്ട്രീയ ലക്ഷ്യം, അതോടൊപ്പം തന്നെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതൊക്കെ തന്നെ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വരികയാണ്. ഹൈന്ദവ സംഘടനകളുടെ മുന്നിലേക്ക്, ഭക്തരുടെ മുന്നിലേക്കൊക്കെ തന്നെ തുടർന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മലയേറിയ മഹാസഭയടക്കമുള്ള നേരത്തെയൊക്കെ തന്നെ സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന പല സംഘടനകളും ഈ ഒരു അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്നും വിട്ടുപോരാനായി തീരുമാനിച്ചത്. ഇന്നു രാവിലെയും പന്തളം കൊട്ടാരത്തെ, ശബരിമലയുമായി അഭേദ്യമായ ബന്ധമുള്ള പന്തളം കൊട്ടാരത്തെ അടക്കം എങ്ങനെയും സമ്മേളനത്തിലേക്ക്, ഈ അയ്യപ്പ സംഗമത്തിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള ഒരു തീരുമാനങ്ങളും. ശരി, അരുൺ തുടരുക. മിഥുനിലേക്ക് കൂടി പോവുകയാണ്. മിഥുൻ, 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് ഹർജിക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹൈക്കോടതി കൃത്യമായ ചോദ്യം തന്നെയാണ് സർക്കാരിനോട് ഉന്നയിക്കുന്നത്. സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ എന്ന് ചോദിച്ച കോടതി പല വിഷയങ്ങളിലും സർക്കാരിനോട് നിലപാട് ആരാഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നിലപാട്. 5 പൈസ ശബരിമലയ്ക്ക് വരുമാനം വരുന്നതിൽ ആർക്കാണ് എതിർപ്പ്? ഇത് സന്നിധാനത്തിന്റെ വികസനത്തിനു വേണ്ടിയാണ് എന്നാണ് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി കൃത്യമായി അക്കമിട്ടുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും, അല്ലേ? രോഹിണി, ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ നേരത്തെയും ഉന്നയിച്ചത്. അത് ഹൈക്കോടതിയും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളിലൊക്കെയാണ് ആശങ്ക, സംശയങ്ങൾ നിലനിന്നത്. പല ഭക്തജനങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചതും ഇതേ കാര്യങ്ങളിൽ തന്നെയാണ്, ഇതേ ചോദ്യങ്ങളിൽ തന്നെയാണ്. സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ? സ്പോൺസർമാർക്ക് പിന്നീട് ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് VIP പരിഗണനകൾ നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? വിവിധ കാർഡുകൾ, സിൽവർ, ഗോൾഡ് തുടങ്ങിയ കാർഡുകൾ നൽകിക്കൊണ്ട് പണം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് വേർതിരിവ് ഉണ്ടാക്കുന്ന നീക്കം തുടർ നടപടികളുടെ ഭാഗമായി സർക്കാർ മുന്നോട്ട് പോകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയായിരുന്നു ഹൈന്ദവ സംഘടനകൾ, ഭക്തജനങ്ങൾ എല്ലാം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ചോദ്യങ്ങളായി സർക്കാരിന്റെ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പലവട്ടം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിച്ചിരുന്നു. വ്യക്തത വരുത്താത്ത പല ചോദ്യങ്ങളുമുണ്ട്. കൃത്യമായ മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ തയ്യാറായിട്ടില്ല ഇതുവരെയും. അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന
കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോൺസർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. ശബരിമലയിൽ എല്ലാവരും തുല്യരാണ്, അയ്യപ്പന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, തത്വമസി എന്ന ആപ്തവാക്യമാണ് അവിടെ ഉള്ളത്. ആ ആപ്തവാക്യം നിലനിൽക്കുന്ന ശബരിമല സന്നിധാനത്താണ്. ശരി മിഥുൻ, തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ശങ്കു ടി ദാസ് ചേരുകയാണ്. ശ്രീ ശങ്കു, നിലവിൽ ഇപ്പോൾ ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് സെപ്റ്റംബർ 19, 20 തീയതികളിൽ തടഞ്ഞിരിക്കുകയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ അയ്യപ്പ ഭക്ത സംഗമവുമായി ബന്ധപ്പെട്ട സർക്കാർ VIP-കളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ കോടതി ചോദ്യവും ഉന്നയിച്ചിരുന്നു, സ്പോൺസർമാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പരിഗണനയുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ അതിന് കൃത്യമായൊരു മറുപടി സർക്കാരിനോ ദേവസ്വം ബോർഡിനോ നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നോക്കൂ, ഈ സംഭവത്തോടു കൂടി ഈ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ സർക്കാർ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടിയെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്ന ആശങ്കകൾക്ക് കൂടുതൽ ബലം വന്നിരിക്കുകയാണ്. നമ്മുടെ സംശയങ്ങൾ ശരിയാണെന്ന് വന്നിരിക്കുകയാണ് ഇതിലൂടെ. അത് യഥാർത്ഥത്തിൽ ഒരു ഭക്തസംഗമം അല്ല നടത്താൻ ഉദ്ദേശിക്കുന്നത്. സർക്കാരിന് പണം സമാഹരിക്കുന്നതിന് വേണ്ടി കുറെ VIP-മാരെ സംഘടിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള നിക്ഷേപ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് പ്ലാറ്റിനം കാർഡ് മുതൽ ഗോൾഡൻ കാർഡ് വരെ 3 കോടി മുതൽ 50 ലക്ഷം വരെ പണം കൊടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഭക്തർക്കിടയിൽ തന്നെ വിവേചനം സൃഷ്ടിക്കാം. തുല്യതയുടെ സങ്കല്പത്തെ ഇല്ലാതാക്കിക്കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള വിവേചനം ശബരിമലയിൽ സൃഷ്ടിക്കാനാണ്. യഥാർത്ഥ ഭക്തരെ ഇവർ ബുദ്ധിമുട്ടിക്കാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, യഥാർത്ഥ ഭക്തരെ അങ്ങോട്ട് കടത്താൻ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിശ്വാസി സംഗമത്തിന്റെ പേരിൽ വിശ്വാസികളെ തടയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റി നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. വിശ്വാസ സംഗമം നമ്മൾ വിശ്വാസികൾക്ക് കൂടുതൽ അവസരങ്ങൾ എങ്ങനെ കൊടുക്കണം, അത് കൂടുതൽ സൗകര്യങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കണം, ശബരിമല ക്ഷേത്രത്തിലേക്ക് കൂടുതൽ വിശ്വാസികളെ എങ്ങനെ എത്തിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം എന്നൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ആവേണ്ടിയിരുന്നത്. അതിൽ യഥാർത്ഥ ശബരിമല വിശ്വാസികളെയാണ് പങ്കെടുപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവർക്ക് അവിടെ ദർശന വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന കോർപ്പറേറ്റ് മുതലാളികളെയും VIP-മാരെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ ഒരു എക്സ്ക്ലൂസീവ് കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ള ആശങ്ക കൂടുതൽ ശരിവെച്ചിരിക്കുകയാണ് ഈ സംഭവം. ഇത് കൂടുതൽ പ്രതിഷേധാർഹമാണ്. അതെ, അതുമാത്രമല്ല ശ്രീ ശങ്കു, സർക്കാർ നിലപാട് ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ ഇനി വരും കാലങ്ങളിൽ എന്തെല്ലാം അനീതി സന്നിധാനത്ത് കാണേണ്ടി വരും എന്നുള്ളതാണ്. അയ്യന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഏവരും ഒന്ന് എന്നുള്ള സങ്കല്പത്തെയൊക്കെ തകിടം മറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കച്ചവടവൽക്കരണത്തിലേക്കും ഒക്കെയല്ലേ സർക്കാർ ഇപ്പോൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും നോക്കൂ, ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധി നടപ്പാക്കാൻ വേണ്ടി വലിയ വ്യഗ്രത കാണിച്ചിരുന്ന സർക്കാരാണിത്. ആ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള വിധിയുടെ പശ്ചാത്തലം തന്നെ എന്താണ്, അതിന്റെ റേഷണൽ എന്താണ്? ആ റേഷണൽ എന്ന് പറയുന്നത് ശബരിമലയിൽ തുല്യത വേണം, ലിംഗാടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല, സ്ത്രീക്കും പുരുഷനും ഒരേപോലെയുള്ള അവകാശം വേണം എന്നുള്ളതായിരുന്നു. അന്ന് തുല്യതയുടെ വക്താക്കളായിട്ട് ഞങ്ങൾ സമത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന അതേ ആളുകൾ ഇപ്പൊ ആ കാര്യത്തിലുള്ള തുല്യത വിട്ടു. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിന് പകരമായിട്ട് പുതിയൊരു തരത്തിലുള്ള വിവേചനം, ശബരിമലയിൽ കേട്ടുകേൾവിയില്ലാത്ത സാമ്പത്തികാടിസ്ഥാനത്തിലുള്ള വിവേചനം സൃഷ്ടിച്ചുകൊണ്ട് എത്രയോ കാലമായി ശബരിമലയിൽ നിൽക്കുന്ന വർണ്ണത്തിനും ജാതിക്കും വർഗത്തിനും മറ്റുള്ള എല്ലാ പരിഗണനകൾക്കും അതീതമായിട്ട് എല്ലാ ഭക്തരും അയ്യപ്പന്മാരായി മാറുന്ന ഒരു വേദാന്ത സങ്കല്പത്തെ തന്നെ അപഹസിച്ചുകൊണ്ട് ഭക്തർക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള ഭിന്നത സൃഷ്ടിക്കാൻ, പണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ അവകാശവും പണമില്ലാത്തവർക്ക് കുറഞ്ഞ അവകാശവും എന്നുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിന്റെ ഒരു കേന്ദ്രമാക്കി കൂടി ശബരിമലയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിന്റെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിച്ച് പരാജയപ്പെടുത്തേണ്ടതാണെന്നുള്ളതാണ് എന്റെ പക്ഷം. അതെ, വളരെ നന്ദി ശ്രീ ശങ്കു ടി ദാസ് പ്രതികരിച്ചതിന്. ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ സെപ്റ്റംബർ 19, 20 തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞു എന്ന് പരാതി. സർക്കാർ VIP-കളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കമെന്നും ആക്ഷേപം. ഹർജിക്കാർ ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതി കൃത്യമായ ചോദ്യങ്ങൾ തന്നെ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഉന്നയിക്കുന്നു. പക്ഷേ മറുപടിയില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത.